അപ്പോൾ എനിക്ക് ആരോഗ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഒരു വിസിൽ ബ്ലോവറുടെ ദൗത്യം നിർവഹിച്ച ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ആരാണ് പറഞ്ഞത് അദ്ദേഹത്തിന് പ്രതികാരം ചെയ്യുന്നത്? ഇതൊക്കെ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയല്ലേ? എന്തിനാണ് അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നത്? അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നത് എന്തിനാണ് അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നത്? ഡോക്ടർ ഹാരിസിനെ ചേർത്ത് നിർത്തിയാകും ആരോഗ്യവകുപ്പ്. അദ്ദേഹത്തെ ചേർത്ത് നിർത്തി അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ സർക്കാരാണെന്നേ. ഞാനാണ് ഒപ്പിട്ട് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം നല്ല ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ടാണ്. പ്രതികാരം എന്നുള്ളത് ഒരു പ്രതികാരമില്ല അദ്ദേഹത്തോട്. അദ്ദേഹം ഇത് ആര് എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് പരിശോധിക്കുന്നത്. അന്വേഷണ സമിതി ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അന്വേഷണ സമിതിയുടെ പരിശോധനയിൽ അവരുടെ റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഈ പ്രതികാരം ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാരം നടത്തി ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെ ഒരു പ്രതികാരം അല്ല. എന്തിനാണ് അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നത്? എന്തിനാണ്? ആരോഗ്യ വകുപ്പിനെ നാണം കെടുത്തി എന്ന് പറയാലോ. അല്ല, അദ്ദേഹം ഇല്ലാതെ എത്രയോ വ്യാജ ആരോപണങ്ങൾ എന്റെ ഓഫീസിനെതിരെ ഒരു ചാനൽ കൊണ്ടുവന്നില്ലേ? എന്റെ ഒരു സ്റ്റാഫ് കൈക്കൂലി വാങ്ങിച്ചു എന്ന ഒരു വ്യാജ കഥ സൃഷ്ടിച്ചില്ലേ? അതൊരു ലൈവ് വീഡിയോ അദ്ദേഹം അന്ന് പങ്കെടുത്തതില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം പിറ്റേ ദിവസം അന്നേരം ഡേറ്റ് മാറ്റി പറഞ്ഞു. പിറ്റേ ദിവസം കോവിഡ് ആയിട്ട് കിടന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പൊ വ്യാജ ആരോപണങ്ങളൊക്കെ തന്നെ മുൻപ് തന്നെയുണ്ട്. ഇവിടെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. യു ഡി എഫ് ഇറങ്ങുമ്പോൾ എത്രയായിരുന്നു കേരളത്തിലെ മാതൃമരണ നിരക്ക്? 48 1 ലക്ഷം പ്രസവങ്ങൾ അല്ലെങ്കിൽ ജനനങ്ങൾ നടക്കുമ്പോൾ 48 അമ്മമാർ, സ്ത്രീകൾ കേരളത്തിൽ മരിച്ചിരുന്നു. ഇന്ന് 19 കേരളത്തിൽ. അതുപോലെ തന്നെ ശിശുമരണ നിരക്ക് UDF ഇറങ്ങുമ്പോൾ എത്രയായിരുന്നു? 12. അത് 6 കുറയ്ക്കാൻ നമുക്ക് കഴിയും. അതിൽ UDF LDF വ്യത്യാസമുണ്ടോ? കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ ഭാഗമല്ലേ നമ്മൾ 50 മുതൽ അല്ലെങ്കിൽ 57 മുതൽ ഇങ്ങോട്ട് എടുത്താലും ഈ പറഞ്ഞ പുരോഗതി കേരളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2 മുന്നണി ഭരിച്ചപ്പോൾ. അല്ല, അതിന് മുൻപത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലെ ഒരു ഡേറ്റ കൂടി പരിശോധിക്കുമ്പോഴാണ് ഇതൊരു സ്ലോ പ്രോഗ്രസ് ആണോ അങ്ങനെ വന്നതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഇപ്പോൾ UDF ഭരിച്ചതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ കുട്ടികളും അമ്മമാരോ മരിക്കുമോ? അല്ല, ആരോഗ്യ സൂചകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് മുൻപുള്ള ഡേറ്റ കൂടി താരതമ്യം ചെയ്യണം. മുൻപുള്ള ഡേറ്റ കൂടി താരതമ്യം ചെയ്യുമ്പോഴാണ് ആരോഗ്യ സൂചകങ്ങൾ, സൗജന്യ ആരോഗ്യ പദ്ധതി, അതോടൊപ്പം തന്നെ വിവിധ ഡയാലിസിസ്, മറ്റേത് സ്ലോ പ്രോഗ്രസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. UDF ഭരിക്കുമ്പോൾ കേരളത്തിൽ ക്യാൻസർ ചികിത്സ എത്ര ആശുപത്രികളിൽ ഉണ്ടായിരുന്നു? എത്ര ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നു? ഒരു ജില്ലാ ആശുപത്രിയിലില്ലായിരുന്നു. 28 ജില്ലാ ആശുപത്രികളിലുണ്ട്.